ഹലോ ഗൈസ്. ഹലോ. ഓ അല്ലെങ്കിൽ വേണ്ട, തൊപ്പിയൊന്നും വേണ്ട, ക്യാപ്പ് ഒഴിവാക്കാം. ഇല്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു അവതരണ ശൈലിയിൽ ഒരു മാറ്റം ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നത് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ തമ്പനയിൽ കണ്ടില്ലേ, അത് കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അത് വിശദമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷം വർദ്ധിക്കും. അതുവഴി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ വന്നിട്ടില്ലെങ്കിൽ വരാത്തവർക്ക് ഇതിപ്പോ വരാൻ പോവാണ്. ഇനി അങ്ങോട്ട് തുടങ്ങാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിക്കേട് നാട്ടിൽ വിളിക്കില്ലേ ഈ സംഗതി. കാരണം ശരീരത്തില് അമിതമായിട്ട് ഊഷ്മാവ് കൂടുക, പിത്തദോഷം വർദ്ധിക്കുക. അപ്പൊ പിത്തത്തിന്റെ സ്ഥാനമാണല്ലോ കണ്ണ്, നേത്രം. അവിടെ ഈ പിത്തദോഷം വർദ്ധിക്കുമ്പോൾ ഈ ചെങ്കണ്ണ് രോഗം ബാധിക്കുന്നു, അതിനുള്ള സാധ്യത കൂടുന്നു. ഇതാണ് ഒരു ആയുർവേദ കാഴ്ചപ്പാട്. എന്നാൽ ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഏതാണ് വിശ്വസനീയമായത് അത് നിങ്ങൾ പിന്തുടരാം. ഇന്നത്തെ വീഡിയോയില് ഒരു ആയുർവേദ കാഴ്ചപ്പാട്, ഒരു ഒറ്റമൂലി, അത് ഏത് രീതിയിൽ പ്രയോഗിക്കാം എന്നെല്ലാം ചുരുക്കി വിവരിക്കാം. ഇത് സാധ്യമായില്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ ചെങ്കണ്ണ് രോഗം പിടിപെടുന്നത് പ്രത്യേകിച്ചും ഈ കാലത്താണ്. അതായത് ഈ ഡിസംബർ ജനുവരി മാസത്തില് ഈ തണുപ്പ് അങ്ങോട്ട് തുടങ്ങുന്നു. നവംബർ കഴിഞ്ഞ് ആ കാറ്റുകാലവും മഞ്ഞുകാലവും ഒക്കെ തുടങ്ങുമ്പോൾ ഈ സമയത്തുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ വഴിയാണ് കണ്ണിക്കേട് ബാധിക്കാനുണ്ടാകുന്ന ഒരു കാരണം. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പടർന്നു പിടിക്കും. ഒരുപാട് പേർക്ക് ഇത് പരക്കാറുണ്ട്, ബാധിക്കാറുണ്ട്. കണ്ണിക്കേടുള്ളവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ പോലും ഇത് പകരുന്നതാണ് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഇതൊരു വൈറൽ രോഗം തന്നെയാണെന്ന് സമ്മതിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു ആയുർവേദ രീതിയിൽ പിത്തദോഷത്തിനെ ശമിപ്പിക്കുന്നതായ സംഗതികൾ ചെയ്യുക, പിത്തദോഷത്തെ ശമിപ്പിക്കുന്നതിനും നിർഹരിക്കുന്നതിനും വേണ്ടതായ ചികിത്സാ രീതികൾ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രോഗാവസ്ഥ നിയന്ത്രിച്ചു നിർത്തുന്നതിനോ പെട്ടെന്ന് തന്നെ മാറ്റിക്കളയുന്നതിനോ സാധിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം പറയട്ടെ, ഈ കാലാവസ്ഥയിൽ പിത്തദോഷം ശരീരത്തിൽ വർദ്ധിക്കും, ഉള്ളില് പിത്തം കൂടും, ചൂട് കൂടും എന്നുള്ളത് കൊണ്ട് നമ്മൾ നിത്യേനൊന്ന് വയറിളക്കുന്നത് നല്ലതാ. സുഖശോധന വരുത്താനായിട്ട് നമുക്ക് ത്രിബലാചൂർണ്ണായിരിക്കും ഏറ്റവും നല്ലത്. ത്രിബലാചൂർണോ, ബൃഹത് ത്രിബലാചൂർണോ, ഇനി അതല്ലെങ്കിൽ അവിഭക്തി ചൂർണോ 1-1.5 ടീസ്പൂണ് ഒരു കാ ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി കിടക്കാൻ നേരത്തെ അങ്ങോട്ട് കഴിക്കുക. ഇതൊരു 3-4 ദിവസം അടുപ്പിച്ച് കഴിച്ചാലും വിരോധമില്ല. നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥകൾക്കും പ്രായത്തിനും ഒക്കെ അനുസരിച്ച് അളവിലൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. മറ്റൊരു സംഗതി, ഇത് ചൂട് കൂടുന്നതുകൊണ്ടാണ് ഈ രോഗാവസ്ഥ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന, ദേഹോഷ്മാവ് കൂട്ടുന്ന എല്ലാ സംഗതികളും ഒഴിവാക്കുക. ഭക്ഷണ രീതികളായാലും ജീവിത രീതികളായാലും. അതായത് നമ്മൾ ഈ കഴിക്കുന്ന കോഴി, കോഴിമുട്ട, ബീഫ്, അച്ചാറ്, കട്ടത്തൈര്, ഉപ്പ്, എരിവ്, പുളി, എണ്ണ, അതുപോലെ കൂടുതൽ സ്പൈസി ഫുഡ്, ഉപ്പ്, എരിവും പുളി, എണ്ണയൊക്കെ ധാരാളം ചേർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ഈ രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് സഹായകരമാവും. ഇനി ഇത്തരം രോഗാവസ്ഥ ഈ കണ്ണിക്കേട് പിടിപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം സംഗതികൾ ഒഴിവാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് അതിന് ഫലം കിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ ഈ വിരേചനത്തിന്, വയറിളക്കുന്നതിന് എന്താ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പിത്തദോഷം വർദ്ധിച്ചാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിത്തദോഷം വർദ്ധിച്ച് ഉണ്ടാവുന്ന ഏത് രോഗാവസ്ഥയായാലും പിത്തത്തെ ശമിപ്പിക്കുന്നതിനായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സാ രീതിയാണ് വിരേചനം. അതുകൊണ്ടാണ് ഇവിടെ വയറിളക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൂടാതെ നമുക്ക് ഈ കണ്ണിക്കേട് വരുന്നതിന് മുമ്പ് തന്നെ അമിതമായിട്ട് കണ്ണിൽ പഴുപ്പ് അടിഞ്ഞുകൂടുന്നു, കണ്ണി പീള കിട്ടുന്നു, കണ്ണിങ്ങനെ മൂടി കിട്ടുന്നു, കണ്ണ് തുറക്കാൻ പറ്റാത്ത മാതിരി കലശലായ വേദന അനുഭവപ്പെടുന്നു. ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തിൽ ഉണരുമ്പോഴായിരിക്കും ഈ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടുക. കണ്ണിൽ എന്തോ തടസ്സം പോലെയോ കരട് പോയ പോലെയോ ഒക്കെ ആദ്യമേ തോന്നി തുടങ്ങും. പിന്നെ ചെറുതായിട്ട് പഴുപ്പ് വരും, കണ്ണ് തുറക്കാൻ പറ്റാതെ വരും. തുറക്കുമ്പോൾ കലശലായ കടച്ചില്, വേദന, നീറ്റം, ചുവപ്പ് നിറം, ഇത്രയും സംഗതി കാണാം. കണ്ണിന്ന് നീർവാർച്ച ഉണ്ടാകാം, കണ്ണിൽ പഴുപ്പുണ്ടാകാം. ഇതൊക്കെയാണ് ഈ കണ്ണിക്കേടിന്റെ ലക്ഷണം. ഓക്കെ, അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് തുടക്കം മുതൽ തന്നെ നിങ്ങൾ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും, ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒറ്റമൂലികൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ നല്ല ശുദ്ധജലം കൊണ്ട്, തണുത്ത ശുദ്ധമായ ജലം കൊണ്ട് കണ്ണ് കൂടെ കഴുകുക. 2 കണ്ണും കഴുകണം. ഒരു കണ്ണിലെ ബുദ്ധിമുട്ടുള്ളെങ്കിൽ 2 കണ്ണും കഴുകണം. അത് ആവർത്തിച്ച് ഓരോ അരമണിക്കൂറിലും കണ്ണ് കഴുകുക. ശുദ്ധജലം കൊണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, തിളപ്പിച്ച് ആറ്റി അരിച്ചെടുത്ത വെള്ളമായാലും നല്ലതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് കണ്ണ് കഴുകുന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട സംഗതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ രോഗാവസ്ഥ പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒറ്റമൂലി നമുക്കൊന്ന് പ്രയോഗിച്ചു നോക്കാം. അപ്പൊ അതിനായിട്ട് വേണ്ടത് പൂവാങ്കുരുന്നില. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന കേട്ടോ, ഒരു അപൂർവ ഔഷധ സസ്യമൊന്നുമല്ല. ഇനി ആരും തെറ്റിദ്ധരിച്ച് അങ്ങനെയൊന്നും കമന്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഈ പൂവാങ്കുരുന്നില കണ്ടിട്ടുണ്ടോ, പൂവാങ്കുരുന്നില നിലവിലുണ്ടോ, ഇത്തരം ഔഷധം ലഭ്യമാണോ, ഇത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. ധാരാളം സുലഭമായിട്ട് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാവുന്ന സംഗതിയാണ്. അന്യം നിന്ന് പോയിട്ടുള്ള ഒരു ഔഷധ സസ്യമൊന്നുമല്ല. നമ്മുടെ ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ നേരിട്ട് വരുന്നവർക്ക് നമ്മുടെ വീട്ടുമുറ്റത്തും ക്ലിനിക്കിന്റെ സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറിച്ചു കൊണ്ടുപോയി വീടുകളിൽ കൊണ്ട് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. ഇതിനി ഈ കണ്ണിക്കേടിനുള്ള ഒറ്റമൂലി മാത്രമല്ല കേട്ടോ, മറ്റും പ്രയോജനങ്ങളുണ്ട്. അത് പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഈ പൂവാങ്കുരുന്നിലെ പറ്റി ചെറിയൊരു വിവരണം ആവശ്യമായിട്ട് വരും. ഈ വീഡിയോയിൽ ഈ ചിത്രത്തിൽ കൂടെ കാണിക്കാം, നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 10-20 സെന്റിമീറ്റർ വരെ മാക്സിമം ഉയരത്തി വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതിന്റെ ഇലകൾക്ക് ഇങ്ങനെ പല ഇലകൾക്കും പല ഷേപ്പാണ്, കൃത്യമായിട്ടുള്ള ഒരു രൂപം ഇല്ല. അതുപോലെ ഒരു വയലറ്റ് നിറത്തിലോ വെള്ള നിറത്തിലോ ഒക്കെയുള്ള പൂക്കൾ ഇങ്ങനെ കാണാം. കുഞ്ഞു പൂക്കൾ കാണാം. ചെറിയ ഇലകളാണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് പൂവാങ്കുരുന്നില എന്ന് മലയാളത്തിൽ പേര് വന്നത്. സംസ്കൃത നാമം സഹദേവി എന്നാണ് സംസ്കൃത പേര്. ബൊട്ടാനിക്കൽ നെയിം വെർണോണിയ സിനറിയ എന്നാണ്. അതുപോലെ തന്നെ
കമ്പോസിറ്റെ ഫാമിലിയാണ്. ഇതിന്റെ ആയുസ് ഈ സസ്യം ഏകദേശം 1 വർഷം വളരുള്ളൂ. അത് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അത് ഉണങ്ങി ആ പൂക്കളും വിത്തൊക്കെ അവിടെ വീഴും. വീണ്ടും അടുത്ത മഴയ്ക്ക് വീണ്ടും തളിർക്കും കിളിർക്കും. ഒരു കുറ്റിച്ചെടി പോലെ ഏകദേശം 1 വർഷം വളരുള്ളൂ എന്നർത്ഥം. ഈ ചിത്രത്തിലൂടെ കൊടുക്കുന്ന ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ സിറ്റിയിലും ടൗണിലും ഫ്ലാറ്റിലും ഒക്കെ കഴിയുന്നവര് പുതിയ തലമുറ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇനി പൂവാങ്കുരുന്നലിന്റെ രസഗുണ വീര്യഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. ഇതിന് തിക്ത രസമാണ്, അതുപോലെ തന്നെ ലഘുരൂക്ഷ ഗുണത്തോടു കൂടിയതാണ്. പലരും ധരിച്ചിരിക്കുന്നത് ശീതവീര്യമാണെന്നാണ്. പക്ഷെ ശീതവീര്യല്ല, ഇത് ഉഷ്ണവീര്യമാണ് പൂവാങ്കുരുന്നലയ്ക്ക്. അതുപോലെ തന്നെ കടു വിഭാഗവുമാണ്. അപ്പൊ ഇത് തിക്തരസമായതുകൊണ്ടായിരിക്കാം ഈ പിത്തദോഷം വർദ്ധിച്ചുണ്ടാവുന്ന ഈ രോഗാവസ്ഥയിൽ ഈ പൂവാങ്കുരുന്നലയുടെ പ്രയോഗം വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ ചെങ്കണ്ണ് രോഗത്തിന് മാത്രമല്ലാതെ മറ്റു ചില രോഗാവസ്ഥകൾ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു ജ്വരഹര ഔഷധമായിട്ടാണ് ഇത് പറയപ്പെട്ടിട്ടുള്ളത്. നമുക്ക് എന്ത് തരത്തിലുള്ള പനികൾ വരുന്നുണ്ടെങ്കിലും ആ പനിയുടെ ആരംഭത്തിൽ തന്നെ എന്ത് വൈറൽ ഫീവറോ ശരീരത്തിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുന്ന പനികളോ ആയിക്കോട്ടെ, ആ പനി തുടക്കത്തിൽ തന്നെ ഈ പൂവാങ്കുരുന്നല സമൂലം പറിച്ചെടുത്ത് കഴുകി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടെ കൂടെ കുടിക്കുന്നത് ഈ പനിയുടെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും കുറയ്ക്കും. പനി പെട്ടെന്ന് മാറി കിട്ടുന്നതിനും സഹായകരമാവും പൂവാങ്കുരുന്നല സമൂലം ചതച്ചിട്ട് വെന്ത വെള്ളം പതിവായിട്ട് കുടിക്കുന്നത്. ഇനി അത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് സ്വരസമായിട്ടും കഴിക്കാം. അതും ഇതുപോലെ ജ്വരഹരത്വമുണ്ട്. പിന്നെ മറ്റൊരു സംഗതി മൂത്രളമാണ്. അതായത് യൂറിൻ പാസ് ചെയ്യുന്നതിന് തടസ്സമൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പൂവാങ്കുരുന്നല സമൂലം ചതച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം പലവട്ടായിട്ട് കുടിക്കാനായിട്ട് എടുക്കുക. ഇനി അതല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ് സ്വരസം ഒരു 15 മില്ലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇതും ഈ മൂത്രനാളിയുടെ പ്രവർത്തനമൊക്കെ സുഖമായിട്ട് നടക്കുന്നതിനും മൂത്രം കൃത്യമായിട്ട് ഒഴിഞ്ഞു പോകുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഈ ബോഡി ഹീറ്റ് കൂടുതലുള്ളവരുണ്ട്, ആ ശരീരതാപം കുറയ്ക്കുന്നതിനും സഹായകരമാണ്. ഈ ഡയോറിറ്റിക് എഫക്ട് ഉള്ളതുകൊണ്ട് ഈ സ്വെല്ലിങ്, നീർക്കെട്ട്, കൺതടത്തിലും കാൽപാദത്തിലും അങ്ങനെ ശരീരത്തിലെ എന്ത് രോഗാവസ്ഥയിലായാലും നീർക്കെട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കുറയുന്നതിനും ഈ രീതിയിൽ പൂവാങ്കുരുന്നല ചതച്ചിട്ട് വെന്ത വെള്ളം കുടിക്കുന്നത് സഹായകരമാവും. ഇനി മറ്റു 2 സംഗതി കൂടെ പറയാം. അതായത് രക്തശുദ്ധി വരുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ വിഷം, എന്തെങ്കിലും തേൾവിഷമോ പഴുതാരിയോ അങ്ങനെ എന്തെങ്കിലും കടിച്ച് ശരീരത്തിന് വിഷാംശം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിഷത്തെ നിർഗരിക്കുന്നതിനും ഈ പൂവാങ്കുരുന്നല പ്രയോജനപ്പെടുന്നതാണ്. 2 രീതിയിൽ പൊതുവെ ഉപയോഗിക്കാം. ഇടിച്ചു പിഴിഞ്ഞ് സ്വരസം എടുത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇനി അതല്ലെങ്കിൽ മാക്സിമം ഒരു 15 മില്ലി മതി കേട്ടോ. 5-10 മില്ലി മതി, മാക്സിമം 15 മില്ലി രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. അതിനായിട്ട് ആ സമൂലം പറിച്ചെടുക്കുക. സമൂലം എന്ന് പറയുമ്പോൾ അതിന്റെ വേരും തണ്ടും ഇലയും പൂവും കായും എല്ലാം വേണമെന്നർത്ഥം. നന്നായിട്ട് കഴുകി ചതച്ചെടുത്തിട്ട് ആ നീര് പിഴിഞ്ഞെടുക്കുക. അതിനാണ് ഈ സ്വരസം എന്ന് പറയുന്നത്. ഇനി അതല്ല വെച്ചാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, ഏകദേശം 2 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. ആ കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒരു 3-4-5 കട, മാക്സിമം ഒരു 4 കട മതി, അത് കടയോടെ പറിച്ചെടുത്തിട്ട് കഴുകി ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ഒരു 20 മിനിറ്റ് വെട്ടി തിളച്ചതിന് ശേഷം ആ ചണ്ടി അരിച്ച് കളയുക. ആ വെള്ളം ആ 2 ലിറ്റർ തിളച്ച് കഴിയുമ്പോൾ അതൊരു 1.25 ലിറ്റർ ഒക്കെ ആയിട്ട് പറ്റും. അത് കുറേശ്ശെ പലവട്ടമായിട്ട് ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കുക. അതും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ സഹായകരമാവും, ശമനം കിട്ടുന്നതിന് സഹായകരമാവും. ഈ വിഷാംശം പറ്റുക, എന്തെങ്കിലും തേളോ പഴുതാരിയോ ഒക്കെ കടിച്ച് വിഷം പറ്റുക, ഇനി അതല്ലെങ്കിൽ മൂത്രനാളി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ശരീരത്തിൽ ഇൻഫെക്ഷൻ കൊണ്ട് ജ്വരം, പനി ഉണ്ടാവുക, ഈ അവസ്ഥയിലൊക്കെ നമുക്കിത് തയ്യാറാക്കാനായിട്ടേ ഒരു കഷായം പോലെ ഉണ്ടാക്കി കുടിക്കാം. അതിനായിട്ട് ഇത് പറിച്ചെടുക്കുക, മാക്സിമം ഒരു 50 ഗ്രാം എടുക്കുക. എന്നിട്ട് അതൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ ചതച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി ചെറുതീകരിച്ച് വറ്റിക്കുക. 4-1 വറ്റിക്കുക. അപ്പൊ ഒരു 125 മില്ലി ആയാലും ഏകദേശം. എന്നിട്ട് ഒരു 60 മില്ലി അത് ആ ചണ്ടി അരിച്ച് കളഞ്ഞിട്ട് 60 മില്ലി കാലത്ത് വെറും വയറ്റിലും 60 മില്ലി രാത്രി ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കാം. ഇങ്ങനെ കഷായമായിട്ടും കഴിക്കാം. ഈ പറഞ്ഞ പനി ശമിക്കുന്നതിനും രക്തശുദ്ധി വരുത്തുന്നതിനും വിഷം ശമിക്കുന്നതിനും മൂത്രനാളി സംബന്ധമായ പ്രശ്നങ്ങൾ കുറയുന്നതിനും മൂത്രം ഒഴിഞ്ഞു പോകുന്നതിനും ശരീരത്തിൽ നീർക്കെട്ട് പറ്റുന്നതിനൊക്കെ ഈ രീതിയിൽ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ഇതൊരു ഒറ്റമൂലി പ്രയോഗമാണ് കേട്ടോ. ഇതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് നിങ്ങളുടെ രോഗാവസ്ഥ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായത് ഈ ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണിക്കേട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പൂവാങ്കുരുന്നലയുടെ ഇലകൾ നുള്ളിയിടുക. അതും തുല്യ തൂക്കം ചന്ദനം ചെറുതായിട്ട് അതും ചതച്ചിടുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് പാലിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വയ്ക്കുക. പിറ്റേന്ന് അത് അരിച്ചെടുത്തിട്ട് പിറ്റേന്ന് രാവിലെ അരിച്ചെടുക്കുക. എന്നിട്ട് രാവിലെ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് കണ്ണിലേക്ക് ഇങ്ങനെ ധാര കോരുക. അത് കണ്ണിനെ തണുപ്പിക്കുന്നതിനും കണ്ണിക്കേടുള്ളവർക്കുണ്ടാകുന്ന ആ പീളകെട്ടലും നീറ്റലും ചുവപ്പ് നിറവും ഒക്കെ ശമിക്കുന്നതിന് സഹായകരമാവും. 2 ഐറ്റം വേണ്ടു ഈ പൂവാങ്കുരുന്നലയുടെ ഇലകളും തുല്യ തൂക്കത്തിന് ചന്ദനവും. അത് ചതച്ച് ഒരു 1/2 ഗ്ലാസ് പാലിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വയ്ക്കുന്നു. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം പിറ്റേന്ന് രാവിലെ കണ്ണിൽ ധാര കോരാനായിട്ട്. അതായത് ഇങ്ങനെ ഒരു വിരല് ഉയരത്തുനിന്ന് ഇങ്ങനെ കുറേശ്ശെ ഒഴിക്കുക. 2 കണ്ണിലേക്കും ഇങ്ങനെ പതിയെ ധാര കോരുക തുടർച്ചയായിട്ട്. ഒരു 10-15 മിനിറ്റ് സമയം ചെയ്താൽ മതി. അത് ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന് സഹായകരമാവും. ഇനി മറ്റൊരു രീതിയിലും പ്രയോഗിക്കാം. ഈ പൂവാങ്കുരുന്നലയുടെ ഇലകൾ നുള്ളിയെടുക്കുക, ചതച്ച് അതിലേക്ക് അല്പം മുലപ്പാലും കൂടെ സംഘടിപ്പിക്കണം.
അതൊഴിച്ച് ഒരു രാത്രി മുഴുവൻ വെക്കുക. പിറ്റേന്ന് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കണ്ണിലിങ്ങനെ കൂടെ കൂടെ 2 തുള്ളി വീതം ഇറ്റിച്ചു കൊടുത്താൽ കണ്ണിക്കേട്, ചെങ്കണ്ണ് രോഗം, കൺജങ്ക്ടിവൈറ്റിസ് ശമിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവും. ഇത് മതിയാകുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്തരം അറിവുകൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രീതിയിൽ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് കൂടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ത്രിഫല ചൂർണത്തെ പറ്റി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൂടെ ഉണ്ടാവും, നിങ്ങൾ കയറി കാണാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.